വൈബി തെരേസ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞങ്ങളുടെ രാവിലത്തെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഇനി അടുത്തത് ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾ നോക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ അമ്മച്ചിത് അലക്കാൻ പോയിട്ടുണ്ട്. എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കിച്ചൺ ഡ്യൂട്ടിയാണ്. അപ്പോൾ എനിക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല, ചോറ് വയ്ക്കണം, പിന്നെ നമ്മൾ ചീരയും ഉരുളൻകിഴങ്ങും കൂടിയിട്ട് ഒരു ചെറിയൊരു തോരനാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കണം. അമ്മച്ചി വന്നിട്ട് അത് കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് സാമ്പാർ വെച്ചിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് അല്ലാതെ ചിലത് അതൊക്കെ ഒന്ന് ചൂടാക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ഒരു ഉച്ചയൂണ് കണ്ടിട്ട് വരാം അല്ലേ. അപ്പം നമുക്ക് പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഞാൻ പോയിട്ടേ എൻ്റെ പുത്രനെ ഒന്ന് നോക്കട്ടെ കേട്ടോ. ആളിടയ്ക്കൊന്ന് ചെക്ക് ചെയ്തില്ലെങ്കിൽ ആള് ഇവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ കുത്താല് കണ്ട് നിൽക്കാണ്ട് കേട്ടോ. കണ്ടില്ലേ ഇവിടെ ഓരോന്ന് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ പോയി ബാക്കിയുള്ള പണികൾ നോക്കട്ടെ. ആളിത് ഇവിടെ കുത്താല് കണ്ടുകൊണ്ടിരിക്കുക. അവിടെ ഇരിക്കട്ടെ. എനിക്ക് കഴിഞ്ഞ് എൻ്റെ കൂടെ അങ്ങോട്ട് പോരും. അവിടെ ഇരുന്നോട്ടാ, അവിടെ ഇരുന്നോട്ടാ. അയ്യോ നാണം വന്നു. ചോറ് കുക്കറിലായിട്ടുണ്ട്. ഇനി നമുക്ക് ചീരരിയിൽ പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ. അപ്പം അതേ നമുക്ക് നല്ല ഫ്രഷ് ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞ് തോരനാക്കാം. ഇത് നമ്മുടെ നെയ്ബറിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. ചേച്ചി നമുക്ക് കൊണ്ടുവന്നിരുന്നതാണ്. അപ്പോൾ നല്ല ഫ്രഷ് ചീരയാണ്. അപ്പോൾ ഇതും ഉരുളൻകിഴങ്ങും കൂടി ഒരു ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചു. തൃശ്ശൂർക്കാർ തോരനൊക്കെ പൊതുവെ ഉപ്പേരി എന്നാണ് കേട്ടോ പറയാം. നമ്മൾ ഉപ്പേരി വയ്ക്കാൻ പോവാണത്. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ചീര കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഉണ്ട് അരിയാൻ. ഞാനിപ്പോൾ ഫസ്റ്റ് ആയിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. ഇത് ചീര മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് അരിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ ചോറ് ഏകദേശം റെഡിയാവും. അപ്പോൾ നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഫൈനലി നമ്മുടെ ചോറ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതേ ചോറിൻ്റെ തീ ഓഫ് ചെയ്യാണ് കേട്ടോ. അതേ ചോറ് സെറ്റായിട്ടുണ്ട്. അങ്ങനെ അതേ നമ്മുടെ ചീര അരിയിൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇത് കാച്ചാനായിട്ടുള്ള ചുവന്നുള്ളി, വെളുത്തുള്ളി, വേപ്പില ഈ വക ഐറ്റംസൊക്കെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം. പിന്നെ ഉരുളൻകിഴങ്ങ് നമ്മൾ ഓൾറെഡി എന്താ പറയുക ചോറ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ചോറിൻ്റെ കുക്കർ ഒന്ന് ചോറ് സെറ്റായിട്ട് വരുമ്പോൾ അത് ഒഴിച്ചിട്ട് വേണം ഉരുളൻകിഴങ്ങ് ഇതിനകത്തോട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നല്ല, നമ്മൾ കുറച്ച് കൂടിയും ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറിയ കട്ട്ലേറ്റ് ആക്കി എടുക്കാമെന്ന് വെച്ചപ്പോൾ ഒരു 3 ഉരുളൻകിഴങ്ങുണ്ട്. അപ്പോൾ 1 ഉരുളൻകിഴങ്ങിട്ട് കട്ട്ലേറ്റും അതുപോലെ തന്നെ 2 ഉരുളൻകിഴങ്ങ് നമ്മൾ ഈ ചീരയിലേക്കും ആക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതൊക്കെ ആക്കിയിട്ട് കാണാം കേട്ടോ.
അപ്പോൾ ഞാൻ ഇതിലേക്കുള്ള ചോറിലേക്കൊന്ന് സെറ്റാക്കി എടുക്കട്ടെ. ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് കുക്കറ് ചോറ് നമുക്ക് ഇതിലേക്ക് മാറ്റിയിട്ട് ആ 2 ഉരുളൻകിഴങ്ങും പേരിക്കും 1 ഉരുളൻകിഴങ്ങ് നമുക്ക് കട്ടിലേക്കിക്കാൻ വേണം. അപ്പോൾ അതൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഒരുമിച്ച് കുക്കറിലിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വെച്ചു. 2 വിസിലടിച്ചാൽ അത് പുഴുങ്ങിയിട്ട് അതും കൂടി ചെയ്തിട്ട് കാണാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളിവിടെ ഉപ്പേരി കാച്ച ചുവന്നുള്ളി വെളുത്തുള്ളി ഇട്ടിട്ടാണെന്ന്. പക്ഷെ അമ്മച്ചി ഇപ്പം പറഞ്ഞു ചീരയല്ലേ, അപ്പം അതുകൊണ്ട് വെളുത്തുള്ളി വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ അരിഞ്ഞെടുത്തൊരു 3 അല്ലിയിൽ ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ഈ ചുവന്നുള്ളി കുറച്ചും കൂടി എടുത്തിട്ട് ചുവന്നുള്ളി കൂടുതലാക്കിയിട്ട് അങ്ങനെ കാച്ചാന്ന് പറഞ്ഞു. ഞാൻ അപ്പം അതങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ചീര അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്, ചുവന്നുള്ളി ആക്കിയിട്ടുണ്ട്. കുറച്ച് ഞാൻ പിന്നീടാണ് കേട്ടോ ഓർത്തത്, അയ്യോ അമ്മച്ചി ഇവിടെ ചീരയിൽ അങ്ങനെ വെളുത്തുള്ളി ഇടണം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി പോയി ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു വെളുത്തുള്ളി വേണ്ട. അപ്പം ഞാൻ എടുത്തൊരു 3 അല്ലി എടുക്കുന്നുണ്ട്, ബാക്കിയുള്ളത് കുറച്ചധികം ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് 2 സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, ചോറൊന്ന് നല്ല രീതിയിൽ കഴുകി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറ് നല്ല രീതിയിൽ കഴുകിയിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് അതൊരു പാത്രത്തിലിട്ട് ഉപ്പിട്ടിട്ട് ഒന്നും കൂടി അതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതാണ് നെക്സ്റ്റ് പണി വരുന്നത്. അപ്പോൾ അത് ചെയ്തെടുക്കട്ടെ കേട്ടോ. ചോറൊന്ന് നമുക്ക് കഴുകിയെടുക്കാം. ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇനി ഈ ഒരു ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് വേവിക്കാം. അങ്ങനെ ഞാനൊന്നും ചെയ്തോളാം. ഓക്കെ മാമ കുറച്ച്, അതായത് എൻ്റെ അവിടുത്തെ അമ്മാമ അവിടുന്ന് കുറച്ച് മാങ്ങ കിട്ടിയിട്ട് മാങ്ങ ഫുള്ളിങ്ങനെ അരിഞ്ഞ് പഴുപ്പാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ ഞാൻ തന്നോട്ടുണ്ടായിരുന്നു ഈസ്റ്ററിന് അങ്ങോട്ട് പോയിപ്പോൾ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് അത് വെച്ചുകൊണ്ടിരിക്കാട്ടോ. ഞാൻ ചൂടല്ലേ, അപ്പോൾ മാങ്ങയാണ് കിട്ടുന്നുണ്ട്. അപ്പോൾ മാമ കുട്ടി മാമക്ക് നന്നായിട്ട് ആ പഴുപ്പ് വെച്ച് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കിയാണ് കുടിക്കുന്നത് കേട്ടോ. കുറേയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മധുരം കുറേ അങ്ങനെ വേണ്ടാന്ന് വെച്ചു വന്നു വെച്ച് ഇങ്ങനെ പോവുകയാണ് അതുകൊണ്ട്. അപ്പം അങ്ങനെ ചക്കന് വേണ്ടാന്ന് പറഞ്ഞിട്ടാ. അതിന് നല്ല സ്പ്രൈറ്റ് വേണം, അത് കൊടുത്തില്ല. ഇതാവുമ്പോൾ നല്ലതാണ്, അതാവും കുടിക്കണമില്ല. ഒരു പ്രാവശ്യം കുടിച്ചു, പിന്നെ അവന് വേണ്ട. വേഗം കുടിച്ചോ. ആ വിളിച്ച് പറഞ്ഞു വരണ അപ്പാപ്പനില്ലേ, അപ്പാപ്പനോട് പറഞ്ഞിണ്ടേ അത് ഗുഡാണ്, അത് പാപ്പൊക്കെ കുടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടാ. അങ്ങനെ അതെ ആ പാപ്പ ആദ്യട്ടം പാപ്പൊക്കെ കുടിക്കുന്നുണ്ട് കണ്ട. സൂപ്പർ അല്ലേ? ടേസ്റ്റ് ഉണ്ടാ? അതു ടേസ്റ്റ് ഉണ്ടാ? നല്ലതാണോ? അപ്പാപ്പൻ പോയില്ലേ? ആദ്യട്ടം വേഗം കുടിച്ചോട്ടാ. ഓക്കെ ഓക്കെ. അങ്ങനെ സൂപ്പർ അല്ലേ? അതു സൂപ്പർ അല്ലേ? ഒരു ടണ്ണ് കൊടുത്തേ, ഒരു ടണ്ണ് കൊടുത്തേ അല്ലേ? അതെ ആദുട്ടൻ കുടിച്ചുകൂട്ടാ. ആദുട്ടനെ അല്ലെങ്കിൽ നമ്മളീ വിളിച്ച് പറയില്ലേ, അവർ പിടിച്ചോണ്ടു. അത് കാരണം ആദുട്ടൻ വേഗം കുടിച്ചു അല്ലേ? നമ്മുടെ ചോറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനൊരു 3-4 പ്രാവശ്യം ഇതിനകത്തിട്ട് കഴുകി നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു നല്ല കട്ടിയുള്ള വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിൽ കുറച്ച് വെള്ളവും അതുപോലെ തന്നെ ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വേവിക്കാൻ വെച്ചൊന്ന് നല്ല രീതിയിലൊന്ന് തിളപ്പിക്കുക. അപ്പോൾ അതായത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇന്ന് ഫ്രഷ് ആയിട്ട് വെച്ച ചോറായതുകൊണ്ട് തന്നെ ഇത്ര തിളച്ചാൽ മതി. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ട് വറക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്യാൻ
ഇനി വാർക്കട്ടെ കേട്ടാ. ചോറ് വാർക്കൂട്ടാ. അപ്പോൾ ചോറ് കഴിഞ്ഞത്തേക്ക് ഇന്ന് ആക്കിയിട്ട് വെക്കാട്ടാ. നമ്മുടെ ചീര കുറച്ച് ഉപ്പിട്ടുണ്ടോ? ഉപ്പിട്ട് ഒന്ന് അമിച്ചിതേ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ കുക്കറിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മളിത് കാച്ചാൻ വെച്ചിരിക്കുകയാണ്. ചുവന്നുള്ളിയാണ് അധികം എടുത്തിരിക്കുന്നത്. കുറച്ച് വേപ്പിലയും ഇനി കുറച്ച് നല്ല വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മുരിച്ചിടും. ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതാ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ. ഇതിൽ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇത് ഇളക്കാം. അതാ ഇതിലേക്ക് കുറച്ച് കുത്തിപ്പൊടിമുളക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അതായത് മുഴുവൻ മുളക് ചതച്ചത് ഇട്ട് കൊടുക്കാണ്. ഈ ഒരു കാര്യത്തിൽ തന്നെ വളരെയധികം പേടിക്കണം. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത്തിരി കാച്ചുന്നത് കേട്ടോ. എനിക്ക് ഇത്തിരി എരിവ് കൊടുക്കും. പിന്നെ ചിലപ്പോൾ ഞാൻ മൊരിയിക്കുമ്പോൾ മൊരിയില്ല. അതേ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. നല്ല രീതിയിൽ ഇതൊന്ന് മൂഴിഞ്ഞ് വരണം. ഇതിലിട്ട് നല്ല രീതിയിൽ നമ്മൾ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ചീനി ഉരുളക്കിഴങ്ങ് തട്ടിട്ട് കൊടുത്തിട്ടാ. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മതിക്കിട്ട് കൊടുത്താൽ നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടാ. സൗണ്ട് കേട്ടാ നല്ല രസമല്ലേ സൗണ്ട് കേൾക്കാനായിട്ട്. അപ്പോൾ ഇതിനെ അടുത്തത് കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റിൻ്റെ മിക്സ്, പിന്നെ നമ്മൾ മുക്കാൻ പോകുന്നത് കോൺഫ്ലോർ ഇല്ലേ, അത് കലക്കിയിട്ടുള്ളത് വെള്ളത്തിൽ കലക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ടയല്ല യൂസ് ചെയ്യുന്നത്, കോൺഫ്ലോർ ആണ് കേട്ടോ. ഇത് നമ്മുടെ സലൂട്ട് കിച്ചണിലത്തെ ആ ചേച്ചി ചെയ്യണ കണ്ടിട്ട് നമ്മൾ ചെയ്ത് തുടങ്ങിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ അത് അതിൽ മുക്കി ഇനി ഇതേ നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഇതൊന്ന് നമുക്ക് വെളിച്ചെണ്ണയിലിട്ടൊന്ന് മൊരിച്ചെടുക്കാം. കൂടിയോ അതേ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കോരാറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഊരിയെടുക്കാം. ഇന്നലെ നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നും ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പറിച്ച് എടുത്ത് അടിപൊളിയായിട്ട് കഴിക്കാം. അമ്മ വെച്ചുതരാം വൈ. ഇത് വെക്കാൻ എന്നിട്ട് അമ്മ മാറ്റി തരാം. ഉക്കിളി വേറെ വെച്ചുതരാം അമ്മ. ഇത് വയൽ വെക്കും. അതേ നമ്മൾ ഉച്ചയൂണ് സെറ്റ് ആയിട്ടുണ്ട്. ചോറ് ഞാൻ പറഞ്ഞിട്ട് ബീഫിൻ്റെ നല്ല ഭംഗിയുള്ള നല്ല ടേസ്റ്റുള്ള ചാറ് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ചീരയും ഉരുളൻകിഴങ്ങും കൂടി ഉപ്പേരി, കട്ട്ലേറ്റ്, അച്ചാർ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലഞ്ച്. ഇത് അമ്മച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യത്തിൻ്റെ ഫുഡിങ് കഴിഞ്ഞിട്ടാ. അതെ ഞാനും കഴിക്കട്ടെ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.